കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടും ലൈക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അനാമികയും രേവതി ഉറക്കമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. ദേവി എനിക്ക് അതൊക്കെ ഓർത്ത് വല്ലാത്ത ടെൻഷനായിരുന്നു. ഈ സമയം അനാമിക പറഞ്ഞു, ദൈവമേ വല്യമ്മയ്ക്കാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്, ഇനി ആകെ പ്രശ്നമാകണമെന്ന് ചോദിക്കുകയാണ്. അറിയത്തില്ല മോളെ, എനിക്കും അറിയത്തില്ല, ആകെപ്പാട് ടെൻഷനാന്ന് പറയണം. അപ്പോഴാണ് വേണുവിന്റെ കോള് വരുന്നത്. വേണു വിളിച്ചിട്ട് ചോദിച്ചു, എന്തായി കാര്യങ്ങൾ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് ചോദിക്കണം. ഇത് കേട്ടൻ രേവതി പറഞ്ഞു, ആ കൊണ്ടുപോയി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് പക്ഷേങ്കില് അവളെയല്ല, ആ നവ്യേനെയല്ല കൊണ്ടുപോയത്, ദേവേശയാണെന്ന് പറയണം. ആര്, ദേവേനയോ? അതെ. എന്റെ ദൈവം, ഇനിയിപ്പൊ എന്ത് ചെയ്യും, എന്ത് ചെയ്യണമെന്ന് അറിയില്ല വേണുവേട്ടാ, ആകെപ്പാടെ പ്രശ്നത്തിലായിരിക്കുമെന്ന് പറയണം. അല്ലെങ്കിൽ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു, നിന്നെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും വിജയിക്കില്ലെന്ന്. നീയൊക്കെ എന്ത് പരിപാടിയാ കാണിച്ചെന്ന് വെക്കും. അറിയത്തില്ല എന്താ സംഭവിച്ചെന്നുള്ളത്. പാലിനകത്ത് മോള് കൊണ്ട കലക്കി വെച്ചാ, പക്ഷെ അതിനുശേഷം നവ്യ പാല് കുടിക്കുകയും ചെയ്തു. ഇനിയിപ്പൊ അതിനിടയ്ക്കെങ്ങാനും പാല് മാറിപ്പോയിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല എന്ന് പറയണം. ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അറിയാലോ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ശരിയാവാൻ പോകുന്നില്ലെന്ന് എന്നും പറഞ്ഞോണ്ട് വേണു ദേഷ്യപ്പെട്ട് ഫോണങ്ങോട്ട് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അനാമി പറഞ്ഞു, അച്ഛൻ കുറ്റപ്പെടുത്തല്ലേന്ന് ചോദിക്കണം. അതെ മോളെ, എന്ത് ചെയ്യാൻ പറ്റും, അച്ഛന് വല്ലാത്ത സങ്കടമായിട്ടുണ്ടെന്ന് പറയണം. അല്ലമ്മേ, ഇനിയിപ്പോ എങ്ങാനും വല്യമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിക്കുക. എന്ത് സംഭവിക്കാനായിട്ട്? അല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക, അത് കുടിച്ചാൽ ചത്തുവോ മറ്റോ? ഏയ് അങ്ങനെയൊന്നും ഇല്ലെന്നേ. രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ കിടക്കുമെന്നല്ലേ പറഞ്ഞേ. അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാകത്തില്ലായിരിക്കും എന്ന് പറയണം. പറയാൻ പറ്റില്ല, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക്. ഒന്നാമത്തെ കാര്യം, വെല്ലുമിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നല്ലോ. നമ്മളെല്ലാരും കൂടെ കുറ്റപ്പെടുത്തോ, ഇനിയിപ്പം നമ്മളെ ഇത് ചെയ്തേനെങ്ങാനും പുറത്തറിയോ? അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ എന്തേലും വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പുതിയ പ്ലാനും ആലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഈ സമയം ആദർശം നയനും ജയനും കൂടെ ഐസുവിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ജയൻ പറഞ്ഞു, 2-3 ദിവസമായിട്ട് അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞാനാ പറഞ്ഞു ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിച്ചിട്ട് വരാനായിട്ട്. അവൾ ആ പാല് കുടിച്ചിട്ട് വന്നെന്ന് പറയണം. ഇത് കേട്ട നായന് പറഞ്ഞു, പാല് കുടിച്ചോ? അപ്പൊ അമ്മയാണോ പാല് കുടിച്ചെന്ന് ചോദിക്കുക. എന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ നവ്യേച്ചിക്ക് വേണ്ടി പാല് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ പാല് കണ്ടില്ല. അമ്മയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എടുത്തു കുടിച്ചേ. പിന്നീട് ഞാൻ പുതിയ പാല് നവ്യേച്ചിക്ക് കാച്ചി കൊടുക്കുക ചെയ്തെന്ന് പറയണം. ഇനിയിപ്പൊ അതെങ്ങാനും കുടിച്ചിട്ടെങ്ങാനും ആണല്ലോ. ആദർശം പറഞ്ഞു, ഏയ് പാല് കുടിച്ച് എങ്ങനെയൊക്കെ സംഭവിക്കുക, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് പറയണം. അപ്പോഴാണ് ഡോക്ടർ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഡോക്ടർ വന്നപ്പോൾ ആദർശ് പോയി ചോദിച്ചു, എങ്ങനെയുണ്ട് ഡോക്ടറെ, അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. അതെ, ഇപ്പോഴൊന്നും പറയാറായിട്ടില്ല എന്ന് പറയാണ്. അല്ല, വീട്ടിൽ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു ചോദിക്കുക. എന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞേ? അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് സാധാരണഗതിയിൽ ഇങ്ങനെ ഈ ആത്മഹത്യക്ക് ആൾക്കാർ ശ്രമിക്കാറുള്ളെന്ന് പറയണേ. ആത്മഹത്യക്ക് ശ്രമിച്ചോ? ഡോക്ടർ എന്താ പറയണേന്ന് ചോദിക്കും. അതെ, ഉള്ളിൽ നല്ല മാരകമായിട്ട് വിഷം ചെന്നിട്ടുണ്ട്. അത് ശരീരം ആകെ ആ സകലം പടർന്നു കഴിഞ്ഞു. കാരണം ഒരു ഉഗ്ര വിഷമുള്ള ഒരു പാമ്പ് കൊത്തിയുള്ള അതേ അവസ്ഥ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് പറയാണ്. ഇത് കേട്ടതും ജയൻ ചോദിച്ചു, ഡോക്ടർ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കുക. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണോ, അതോ ഇനിയിപ്പോ ആ പാലിനകത്ത് വേറെ ആരെങ്കിലും എന്തെങ്കിലും കലക്കി വെച്ചാണെന്ന് പറയാനും പറ്റില്ല. ഞാനൊരു ഇത് പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറയാണ്. ഇപ്പൊ എന്താണല്ലോ ഒന്നും പറയാറൊന്നും ആയിട്ടില്ല. പെട്ടെന്ന് ആദർശനാണ് വല്ലാത്ത ടെൻഷനായി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇത്രയും പേര് ഡോക്ടർ അങ്ങോട്ട് പോവാണ്. പെട്ടെന്ന് നയനിക്കും വല്ലാത്ത സങ്കടം പോയി. നയന് പറഞ്ഞ, ആദർശേട്ടാ ആ പാല് കുടിച്ചിട്ട് ഇനി പാലിനകത്തെങ്കിലും ഇനിയിപ്പൊ അമ്മ എന്തെങ്കിലും ഇങ്ങനെ ചെയ്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ സമയം ജയൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണ. പെട്ടെന്ന് തന്നെ ആദർശനെ വിളിച്ചോണ്ട് നയനെ പുറത്തേക്ക് അങ്ങോട്ട് പോവാണ്. ആദർശേട്ടാ എനിക്ക് നല്ല സംശയമാണെന്ന് പറയണേ. എന്ത്? ഞാൻ ആ പാല് തിളപ്പിച്ചു വെച്ചേ, പക്ഷേങ്കില് പാല് തിളപ്പിച്ചു വെച്ച് ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് പാല് ആറ് കഴിഞ്ഞിട്ടാണ് നവ്യേച്ചിക്ക് കൊടുക്കാനായിട്ട് ഞാൻ എടുക്കാൻ വന്നത്. ഈ സമയത്ത് പതിവിലും വീരീതുമായിട്ട് അനാമികയുടെ അമ്മ അപ്പച്ചിയൊക്കെ അവിടെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു പറയണ. ഇത് കേട്ടതും ആദർശിന്റെ ഉള്ളിലും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായി. ഈയിടെയായിട്ട് വീട്ടിൽ എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത്? ആ മാല മോഷണം പോയി, അതിനുശേഷം ഇപ്പൊ ഇങ്ങനെ, കഴിഞ്ഞ ദിവസം പായസം കുടിച്ചിട്ട് എല്ലാരും നെട്ടോട്ട് ഓടി. എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത്? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് മിക്കവാറും അവരായിരിക്കും ഈ പണി ചെയ്തേ. അമ്മേനെ കരുതി ചെയ്തതായിരിക്കില്ല. നവ്യക്ക് വേണ്ടി നീ കാച്ചി വെച്ച പാലാന്നല്ലേ പറഞ്ഞത്. അതിപ്പോ ഇടയ്ക്ക് അമ്മ ഒന്ന് കുടിച്ചല്ലേന്ന് ചോദിക്കും. അതെ, എനിക്ക് അവരെ നല്ല സംശയമുണ്ട്. ഒന്നെങ്കിൽ അപ്പച്ചിനെ, അല്ലെങ്കിൽ അനാമികയുടെ അമ്മയാന്ന് പറയണം. അവരെല്ലാരും കൂടെ ഒന്ന് ചേർന്നിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടത് ആദർശ് പറഞ്ഞു, ആരൊക്കെയാണല്ലോ ഒന്നിനെ ഞാൻ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറയണം. നയന് പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിടല്ല ആദർശേട്ടാ, ആരാ എന്താന്നൊക്കെ അറിയണം. ഒരു പക്ഷെങ്കില്
എന്നെ പ്രതിയാക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്താണോ നമുക്ക് പറയാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടോ ആദർശം പറഞ്ഞു, അത് ശരിയാ. അല്ല ഇനിയപ്പം അമ്മയ്ക്ക് ഇനിയിപ്പം വേറെന്തെങ്കിലും തോന്നിയിട്ട് എന്നോടുള്ള സ്നേഹം കണ്ടിട്ട് ആദർശേട്ടന് എന്നെ അത്ര സ്നേഹമാണല്ലോ, ഇനിയിപ്പൊ അത് കണ്ടിട്ടെങ്ങാനും മനന്നും തമ്മ എന്തെങ്കിലും ചെയ്താണോ? അങ്ങനെയൊന്നും ഒരിക്കലും അമ്മ ചെയ്യത്തില്ല. അമ്മ നല്ല ബോൾഡായിട്ടുള്ള ആളാ. ഇങ്ങനെയൊന്നും ഒരിക്കലും അമ്മ ചെയ്യത്തില്ലെന്ന് ആദർശ് പറയണം. ആദർശിനും അതും കൂടി വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആദർശിനറിയാം ഇങ്ങനെയൊന്നും അമ്മ ചെയ്യത്തില്ല, ചെയ്യാനാണ് എമ്പണ്ടേ ചെയ്തേനം. പക്ഷേങ്കിൽ ഇത് വേറെ എന്തോ കളികൾ നടന്നിട്ടുണ്ട്. ആദർശ് നീ വിഷമിക്കാതിരിക്കുക, എന്നാണെങ്കിലും ഇത് വേറെ ആരെയും ഉദ്ദേശിച്ച് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നീ പേടിക്കാതിരിക്കുക, നമുക്കത് കണ്ടെത്താന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയത്ത് നവ്യ വിളിക്കുക നയനയുടെ ഫോണിലേക്ക്. വിളിച്ചിട്ട് ചോദിച്ചു, എന്തായി മോളെ കാര്യങ്ങള്? വെല്ലുമ്പിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം. ഒന്നും പറയാറായിട്ടില്ലെന്ന് പറയാണ്. അത് മോളെ എല്ലാരും ഇവിടെ നിന്നെ കുറ്റപ്പെടുത്തുന്ന പറയണേ. എന്നെയോ? അതെ, നീ എന്തോ ചെയ്തെന്നുള്ള രീതിയിലാണ് അവിടെ സംസാരം കാര്യങ്ങളെന്നൊക്കെ പറയണം. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. അങ്ങനെ പറഞ്ഞിട്ട് നവ്യ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് അനാമിക വരുവാണ്. അനാമിക ഒന്ന് പതുക്കെ എത്തി നോക്കുകയാണ്. കണ്ടോ അവറ്റകളൊക്കെ വന്ന് നോക്കുന്ന കണ്ടോ, എന്തായി എന്നെ താൻ ആരെ വിളിക്കണം എന്നൊക്കെ അറിയാൻ വേണ്ടി വന്ന് നോക്കുന്ന നാണമില്ലാത്തങ്ങള് ഓരോന്നൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് നടക്കുന്ന നടപ്പ് കണ്ടു എന്ന് പറയാണ്. ഈ സമയം അനാമിക രേവതിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അവർക്കാണെ ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ജലജ അങ്ങോട്ട് വന്നു. ജലജ വന്നിട്ടുണ്ട്, അല്ല നിങ്ങളെന്താ ഇതുവരെയായിട്ട് ഉറങ്ങിയില്ലെന്ന് ചോദിക്കുക. എങ്ങനെ ഉറങ്ങാനാ ജലജെ, ഉറക്കം വരുമോ? കാരണം ഏടത്തേക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ലെന്ന് പറയാം. അതെ, അതുകൊണ്ട് എനിക്കാണെങ്കിലും ഉറക്കം വരുന്നില്ലെന്ന് പറയാം. എന്നാലും ഇത് എന്ത് സംഭവിച്ചായിരിക്കുന്നു ഒന്നും അറിയത്തില്ലാത്ത മട്ടില് രേവതി അങ്ങോട്ട് ചോദിക്കുക. ഇത് മിക്കവാറും അവള് പണി കൊടുത്തായിരിക്കും ആ നയന. കാരണം മറ്റൊന്നുമല്ല, അവൾക്ക് ഹണിമൂൺ ട്രിപ്പ് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ദേവേന ചേച്ചി അത് മുടക്കിയത് കൊണ്ട് അതിന്റെ പ്രതികാരം തീർത്തായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടപ്പം അനാമിക, അത് ശരിയായിരിക്കും, അവളുമാർ അങ്ങനെയൊക്കെ ചെയ്യൂന്ന് പറയാണ്. ഇങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അവളുമാരെ വെറുതെ വിടലെന്നൊക്കെ പറയാണ്. പെട്ടെന്ന് ജലജ പറഞ്ഞു, ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പുറപ്പെട്ടാലും ഇവിടെ വേറെ ആണുങ്ങളുണ്ട്. അവര് പറയും അയ്യോ അവര് പാവാണ്, നവ്യ നയനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവ തലയിലെടുത്ത് വെച്ചോണ്ടങ്ങ് നടക്കത്തുള്ളെന്ന് പറയണ. ദേ ആ മനോഗതിയാണ് ആദ്യം അവരുടെ മാറ്റേണ്ടത്. ദേ ഇത് അവളാന്ന് വരുത്തി തീർക്കണം. എന്താണെങ്കിലും അവളുടെ കള്ളത്തരം പുറത്തു കൊണ്ടുപോകണമെന്നൊക്കെ അനാമിക പറയാണ്. ജലജ പറഞ്ഞു, അത് ശരിയാ, അവൾമാരെ എങ്ങനെയല്ലേ ഈ വീട്ടിൽ നിന്ന് അടിച്ചോടിച്ചാലൊരു സമാധാനം കിട്ടുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇന്നാളെ പായസം കുടിച്ചിട്ട് നമ്മൾ എത്രമാത്രം നെട്ടോട്ടം ഓടിയത്, അതൊക്കെ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? ഇപ്പോഴാണ്ട് ദേവേനേച്ചിക്ക് ഇതും വന്നിരിക്കുന്നു. ഇതങ്ങനെ വെറുതെ വിട്ടുകൊടുത്തുകൂടെ ജലജ എന്ന് പറയുന്നത്. അത് ശരിയാ, അവൾമാരുടെ കള്ളത്തരം കൈയോടെ വെളിയിൽ കൊണ്ടുവരണം. അവൾമാർക്കാണ് ഇവിടെ എടുത്തിനെ ഒട്ടും കാണത്തില്ലാത്ത. അവൾമാർക്കായിരിക്കും ഇതിന്റെ പിന്നിലെന്ന് പറയണം. അല്ല ആ പാല് കുടിച്ച വെല്ലിമേലെ ഒരുപക്ഷെ പാലിനകത്ത് എന്തെങ്കിലും കലക്കി കൊടുത്തിട്ടുണ്ടായിരിക്കും എന്ന് പറയണം. അത് ശരിയാ, പാലിനകത്ത് കലക്കി കൊടുത്ത് വീഴിക്കാനായിട്ട് ശ്രമിച്ചായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ ഞാനെന്ന് പറഞ്ഞില്ല രാമനാരായണ എന്ന മട്ടിലൊരു പോക്കങ്ങോട്ട് പോവാണ്. കാരണം ഇവരോടൊപ്പം ഒട്ടിമുട്ടി നിന്നിട്ടൊക്കെ കാര്യമുള്ളൂ. നാളെ ആണെങ്കിലും ഇവരെന്തേലും ഒരു കുതന്ത്രം മെനിയും വെറുതെ വിടുവല്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലോ. അങ്ങനെ ജലജ അങ്ങോട്ട് പോയതും അനാമിക രേവതിയോട് നമ്മളെ ആർക്കും ഒരു സംശയമൊന്നുമില്ല, എല്ലാവർക്കും സംശയം അവളുമാരെയാന്ന് പറയണം. അത് നല്ല കാര്യമല്ലേ മോളെ, നമ്മൾ ഇതിൽ പിടിച്ച് കയറണം. നമ്മള് അവൾക്കെതിരെ അങ്ങോട്ട് നിൽക്കണം. ഈ കുടുംബത്തിൽ പിന്നെ പെണ്ണുങ്ങളെല്ലാം അവർക്കെതിരെ ആയിരിക്കും. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല, അവൾമാരാന്ന് നമുക്ക് അങ്ങോട്ട് വരുത്തി തീർക്കാം. നമ്മുടെ കാര്യം എല്ലാം ഓക്കെ ആയെന്ന് പറയണം. അത് ശരിയാന്ന് പറയണം. ഈ സമയം ഹോസ്പിറ്റലിന്റെ വെളിയില് ആദർശൻ നയനയും ജയനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കാം. പിന്നീട് നയന പറഞ്ഞു, അച്ഛൻ വേണമെങ്കിൽ വീട്ടിലേക്ക് പോക്കോ, ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയണം. വേണ്ട, അത് ശരിയാകത്തില്ല. എനിക്ക് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയാ. ദേവേനയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ആദ്യം അറിയട്ടെ എന്ന് പറയണം. പിന്നീട് ഒരു നേഴ്സ് വന്നപ്പോഴത്തേനും അവരകത്ത് കയറി ദേവേനെ കാണാനുള്ള പെർമിഷൻ ചോദിക്കുകയാണ്. അങ്ങനെ ആദർശൻ നയനെ ജയനും അകത്ത് കയറുകയാണ്. അകത്ത് കയറിയിട്ട് ദേവേനെ കാണും. അപ്പോഴും ദേവേനെ ഇങ്ങനെ ബോധമില്ലാത്തതുകൊണ്ട് കിടക്കുകയാണ്. അത് ഇത്ര സമയമായിട്ട് ബോധമൊന്നും തെളിഞ്ഞിട്ടില്ല. അങ്ങനെ അകത്ത് കയറിയിട്ട് പുറത്തു വന്നിട്ട് നല്ല സങ്കടമായി പോയി ജയനും ആദർശനും ഒക്കെ. ഈ സമയം ആദർശ് പറഞ്ഞു, അച്ഛ ഇനിയിപ്പൊ അമ്മ എന്തെങ്കിലും മനഃപൂർവ്വം ഇനിയിപ്പൊ പാലിനകത്ത് എന്തെങ്കിലും കലക്കി കുടിച്ചായിരിക്കും. ഒരിക്കലും ഇല്ലട മോനെ, ദേവേനെ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. 2 ദിവസമായിട്ട് അയാൾക്ക് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞതാ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാനായിട്ട്. ഫുഡൊന്നും നേരാൻ വണ്ണം കഴിക്കുന്നതും കൂടി ഇല്ലായിരുന്നു. ആ പാല് കുടിച്ചിട്ട് വന്നേപ്പിനെയാ. ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും ആ പാലിനകത്ത് എന്തേലും കാണുവച്ചാ അതിപ്പോ ആരോ മനഃപൂർവ്വം എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോ നയന പറഞ്ഞു, ഇതിനു മുമ്പ് പായസത്തിനകത്ത് എന്തോ കലക്കിയിട്ട് അവിടെ എല്ലാരും നെട്ടോട്ട് ഓടിയതാണ്. പക്ഷെ ഇത് ആരാ എന്താന്ന് അറിയത്തില്ലോ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജയൻ പറഞ്ഞു, അത് ശരിയാ, ആരുടെ പിന്നെ വ്യക്തമായിട്ട് തെളിവുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇത് ആരാ ചെയ്തെന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ആരെ അങ്ങനെ കുറ്റപ്പെടുത്താനും പറ്റില്ലെന്ന് പറയണം. തെളിവുണ്ടേ കുഴപ്പമില്ല, ഇല്ല നമ്മൾ ആരെ കുറ്റപ്പെടുത്തുന്നെന്ന് പറയാം. അത് ശരിയാന്ന് പറയണം.
പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം നേരം വെളുത്തു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ എഴുന്നേറ്റ് കട്ടിലിരിക്കുകയാണ്. സാധാരണ ആ സമയം ആകുന്നതിന് മുമ്പ് തന്നെ നയന ചായയൊക്കെ ആയിട്ട് വരുന്നതാണ് അവർക്ക്. അപ്പൊ ചായ ഒന്നും വന്നിട്ടില്ല. ഇതെന്ത് പറ്റിയിടോ ഇന്ന് നയനമോക്ക്? ഇന്ന് ചായ ഒന്നും വന്നില്ലോ, മോൾ എഴുന്നേറ്റില്ലേന്ന് ചോദിക്കുക. എഴുന്നേക്കായിരിക്കത്തില്ല, മിക്കവാറും ഇനിയിപ്പോ ആദർശിന്റെ കൂടെ എങ്ങനെ ക്ഷേത്രത്തിൽ പോയെന്ന് അറിയത്തില്ലെന്ന് പറയാ. ഓ അത് ശരിയാ, ചിലപ്പോ ഇനി അങ്ങനെയായിരിക്കും, അതുകൊണ്ടായിരിക്കും ചായ കിട്ടാത്തെന്ന് പറയണ. അപ്പോഴാണ് ജലജ 2 ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നേ. ജലജനെ കണ്ടതും ഒരന്താളിപ്പോട് കൂടിയിട്ടാണ് മുത്തശ്ശനും മുത്തശ്ശി നോക്കുന്നത്. ഇതെന്താ ജലജ നീ ഇന്ന് ചായ ആയിട്ട്? നയനമോൾ ഇല്ലേന്ന് ചോദിക്കാണ്. അവള് ഹോസ്പിറ്റലിലാന്ന് പറയണ. ഹോസ്പിറ്റല് ഇന്ന്? അല്ല, തലകറക്കം. തലകറക്കമായിട്ടോ? ഇതെന്താ അവളിനി വല്ല വിശേഷം അറിയിച്ചോ? അവളല്ല വിശേഷം, ഇപ്പൊ ഏട്ടത്തിയാന്ന് പറയണേ. ദേവേനിക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. ഇന്നലെ രാത്രി ഇവിടെ നടന്ന പുകലുകളൊന്നും അപ്പൊ അച്ഛനും അമ്മയും അറിഞ്ഞില്ല അല്ലേന്ന് ചോദിക്കണം. ഇല്ല, ഞങ്ങളൊന്നും അറിഞ്ഞില്ല. ഏട്ടത്തി ഇന്നലെ മരണപ്രാളം കാണിക്കുമായിരുന്നു ഇവിടെ കിടന്നിട്ട്. അവസാനം ഏട്ടത്തിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഒന്നും ഇതിലായിട്ടും അറിഞ്ഞിട്ടില്ല എന്ന് പറയണ. അല്ല ഇപ്പൊ എങ്ങനെയുണ്ട്? അതൊന്നും അറിയത്തില്ല. ഇവിടെ നയന കൊടുത്ത പാല് കുടിച്ചിട്ടാണ് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് അറിയാൻ കഴിഞ്ഞെന്ന് പറയണം. പാല് കുടിച്ചിട്ടോ? അത് നയന കൊടുത്തോ? അല്ല, അവിടെ നയന കാച്ചി വെച്ച് പാല് കുടിച്ചിട്ടാണ് ഏടത്തേക്ക് ഇങ്ങനെ ഉണ്ടായെന്നാ പറയുന്നത് കേട്ടെന്ന് പറയണം. മിക്കവാറും അവളായിരിക്കും ഇതിന്റെ പിന്നില്, അവൾ എന്തായാലും കലക്കി കൊടുത്തായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടപ്പം മുത്തശ്ശന് ദേഷ്യം വന്നു. മുത്തശ്ശൻ പറഞ്ഞു, അനാവശ്യം പറയരുത് കേട്ടോ. നയനമോളും നവ്യമോളൊന്നും അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല എന്ന് പറയണം. വെറുതെ നീ എന്തിനാ അവരെ കുറ്റപ്പെടുത്തുന്നേ? അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. അല്ലെങ്കിലും ദേവേനെ ദൈവങ്ങളെ മറയാക്കിക്കണ്ട ഓരോ കാര്യങ്ങൾ ചെയ്തേ. അപ്പോഴേ ഞാൻ പറഞ്ഞ കള്ളസത്യം ഇട്ട് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന്. കാരണം ആദർശം നയനെ കൂടെ ഹണിമൂൺ ട്രിപ്പ് പോവാന്ന് പറഞ്ഞപ്പോ അവൾക്ക് സഹിച്ചില്ല. അപ്പൊ അതിന്റെ വിഷമത്തിലാണ് ആദർശനെ കൊണ്ട് അവള് മാല ഇടിച്ചേ. അപ്പൊ ദൈവങ്ങൾ പിന്നെ വെറുതെ വിടുവോന്ന് ചോദിക്കുക. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, വേണ്ട ഇദ്ദേഹം ഇപ്പൊ അങ്ങനെയൊന്നും പറയണ്ട, എന്നാലും ദേവേനിക്ക് വയ്യാതിരിക്കുമല്ലേന്ന് ചോദിക്കുക. പറയണ്ടെന്നൊക്കെ ആഗ്രഹമുണ്ട് വസുന്ധരെ, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു കഴിയുമ്പോഴേ അമ്മായിമ്മ മരുമോളെ സ്നേഹിക്കുന്നതിന് പകരം അകറ്റി നിർത്തിയിട്ട് ഇതുപോലത്തെ പ്രവൃത്തികളൊക്കെ അല്ലേ ചെയ്യുന്നേ. ദൈവത്തിന് പോലും ചിലപ്പം പിടിച്ചെന്ന് വരത്തില്ല എന്ന് പറയണം. ഇതൊക്കെ കേട്ട് ഇനിയിപ്പോ ജലജയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ജലജ അങ്ങോട്ട് പോവാണ്. പിന്നീട് രേവതി അനാമയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു വിവരം അറിയത്തില്ല, ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണമെന്നും അറിയത്തില്ല. ഇനിയിപ്പോ നമ്മളെങ്ങനെയും പിടിക്കപ്പെടുവോ മോളെ? എവിടെന്ന്? നമ്മളൊന്നും പിടിക്കപ്പെടാനൊന്നും പോകുന്നില്ലമ്മേ, ധൈര്യമായിട്ടിരിക്കുക. എല്ലാ അവൾമാരുടെ തലയെ നമുക്ക് കെട്ടിവെക്കാന്നേ, നമ്മളെന്തിനാ പേടിക്കണേ? അങ്ങനെയൊക്കെ ഓർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നവ്യ അങ്ങോട്ട് വരുവാണ്. നവ്യയെ കണ്ടതും പെട്ടെന്ന് തന്നെ അനാമി പറഞ്ഞു, വരുന്നുണ്ട്. എന്തേ അമ്മായിമ്മനെ ഹോസ്പിറ്റലാക്കിയ മരുമോള, അവളുടെ ചേച്ചിയായി വരുന്നതെന്നൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ നവ്യ പറഞ്ഞു, അതെ എന്റെ അനിയത്തി ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയണം. പിന്നെ ചെയ്യത്തില്ല പോലും, പിന്നെ എങ്ങനെയാ സംഭവിച്ചേ? അതെ, എനിക്ക് തരാൻ വേണ്ടി എന്റെ അനിയത്തി കാച്ചു വെച്ച പാലാ അത്. അതാണ് ഇവിടെ വല്യമ്മ പോയി കുടിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാ ഇങ്ങനെ സംഭവിക്കണമെന്ന് ചോദിക്കുക. അതാ ഞങ്ങൾക്ക് സംശയം. എന്തൊക്കെയോ അവളും മനഃപൂർവ്വം അതിനകത്ത് കലക്കി വെച്ചിട്ട് അതെന്താണ് നിങ്ങൾ രണ്ടും കൂടെ പ്ലാൻ ചെയ്താന്ന് പറയണേ. ദേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, അനാവശ്യം പറഞ്ഞു നീ എന്ത് ചെയ്യൂടെന്ന് ചോദിച്ചോണ്ട് അങ്ങോട്ട് ഇറച്ചി കെട്ടി ചെല്ലുകയാണ് നവ്യയുടെ അടുത്തേക്ക് അവള് അനാമിക. പക്ഷെ നവ്യ വിട്ടുകൊടുക്കാനായിട്ട് ഭാവമില്ലായിരുന്നു. നവ്യ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരാ എന്താ ചെയ്തെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതിനു മുമ്പ് ആ പായസം കുടിച്ച് അന്ന് രണ്ടുപേരും കൂടെ കൂടിയിട്ട് പായസത്തിനകത്ത് എന്തോ സാധനം കലക്കി വെച്ചു. പക്ഷെ കൃത്യസമയത്ത് തന്നെ ഞാനത് കണ്ണും കൊണ്ട് കണ്ടുകൊണ്ട് എനിക്ക് പായസം മാറ്റി വെച്ചു. അതുകൊണ്ട് എന്താ, താൻ കുഴിച്ച കുഴിയാൽ താൻ തന്നെ എന്ന് പറയുന്ന പോലെ അവസ്ഥയായി പോയില്ലേ? ഇനി കൂടുതൽ കളിച്ചാണ്ടല്ലോ. ഇത് കേട്ടതും അനാമിക രേവതി ഞെട്ടി. ഇവിടെ കണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല. കള്ളി നീ കള്ളത്തരം പറയുന്നൊക്കെ അനാമിക നവ്യോട് ചോദിക്കണം. കള്ളത്തരം അല്ലടി, ഉള്ള കാര്യം തന്നെയാ. പക്ഷെ ഈ വീട്ടിലാരോടും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞാലുണ്ടല്ലോ നിന്റെയൊക്കെ അവസ്ഥ എന്താവും അറിയാലോ. നീയൊക്കെ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? ഞങ്ങളെ അങ്ങോട്ട് പൂട്ടാന്നോ? അതൊക്കെ വെറുതെയാന്ന് പറയണേ. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ട് വരുവാണ്. എന്താ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിക്കണം. പെട്ടെന്ന് അനാമി പറഞ്ഞു, മുത്തശ്ശ അതേ ഇവളുണ്ടല്ലോ, ഇവള് എന്റെ നേരം വെറുതെ മേക്കിട്ട് കയറുവാന്നേ. കാരണം ഇതേ നയന കാച്ചി കൊടുത്ത് പാല് കുടിച്ചിട്ടാണ് വല്യമ്മയ്ക്ക് ഇപ്പൊ ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് കേട്ടില്ലേ ഇവള് വന്ന് ഓരോന്നും പറഞ്ഞ് ഞങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയെന്നാണ്. ഇത് കേട്ടത് മുത്തശ്ശനും കൂടെ ദേഷ്യം വന്നു. മുത്തശ്ശൻ പറഞ്ഞു, നീ എന്താ അനാമിക പറഞ്ഞേ? അതെ, പ്രായത്തിന് ഒരു ബഹുമാനം കൊടുക്കണം, പറഞ്ഞു കേട്ടല്ലോ. അതെ, നിന്റെ 2 ചേച്ചിമാരാ നവ്യ നേനെ, ആ ഒരു ബഹുമാനത്തോടെ കൂടി സംസാരിക്കാൻ, അല്ലാതെ വാടി പോടി എടി പോടി എന്നൊന്നും വിളിക്കാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടതും പെട്ടെന്ന് അനാമയുടെ മുഖം അങ്ങോട്ട് മാറി. രേവതിക്ക് വേണ്ട കടന്നല് കുത്തേറ്റ പോലെ ആയിപ്പോയി. പിന്നീട് അനാമ പറഞ്ഞു, അല്ല അത് പിന്നെ മുത്തശ്ശ വല്യമ്മയ്ക്ക് അങ്ങനെ സംഭവിച്ചുകൊണ്ടുള്ള ഇതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാന്ന് പറയണം. ആ ഒരു വെപ്രാളത്തിലെ പെട്ടെന്ന് രേവതി ചാടിക്കേറി പറഞ്ഞു, അതെ
ദേവേനേച്ചിക്ക് അനാമിക എന്ന് വെച്ചാൽ ജീവനായിരുന്നു. അതുകൊണ്ടുള്ള വിഷമത്തിൽ പറഞ്ഞാന്ന് പറയാ. മുത്തശ്ശൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഇവരുടെ മുഖത്തെ ആ ഒരു വെപ്രാളവും ടെൻഷനും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് നവ്യ കയറി പറഞ്ഞു, അതെ വെല്ലുമ്പോ പാല് കുടിച്ചെന്നുള്ള കാര്യം ശരിയാ. അത് എനിക്ക് വേണ്ടിയിട്ട് നയനെ കാച്ചി വെച്ച പാലുമായിരുന്നു. പക്ഷെ വല്യമ്മ എടുത്ത് കുടിച്ച കാര്യം ഇവിടെ ആർക്കും അറിയത്തില്ല. കാച്ചി വെച്ചിട്ട് നയനെ അങ്ങോട്ട് പോയി. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവള് പാലെടുക്കാൻ നോക്കിയപ്പോഴത്തേനും പാലവിടെ ഇല്ലായിരുന്നു. അപ്പൊ ആരാ കുടിച്ചതെന്ന് പോലും നയനയ്ക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീട് അവള് ഫ്രിഡ്ജിനകത്തുനിന്ന് പാല് വേറെ എടുത്ത് എനിക്ക് കാച്ചിക്കൊണ്ട് തന്നാ മുത്തശ്ശ. അവളെന്നോട് വന്ന് ചോദിക്കുകയും ചെയ്തായിരുന്നു അവിടെ ഞാൻ കാച്ചി വെച്ചിരുന്ന പാലെടുത്ത് കുടിച്ചോന്ന്. ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് അവൾ എനിക്ക് വേറെ കാച്ചിക്കൊണ്ട് തന്നേന്നൊക്കെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനാമികയിലും രേവതിയിലും ഒരു ഞെട്ടലുണ്ടാവുമല്ലോ. അവരൊരു അന്താളിപ്പോടെ നോക്കുകയാണ്. മുത്തച്ഛൻ ഏകദേശം കാര്യങ്ങളൊക്കെ ഒരു മനസ്സിലായി. മുത്തച്ഛൻ ഇങ്ങനെ അനാമികയും രേവതിനൊക്കെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പൊ ഇനി നമ്മള് ഗീതുവിന്റെയും ഗോതമ്പിന്റെ അളകനന്ദയുടെ എല്ലാവരുടെയും വിശേഷം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.